വമ്പിച്ച കഴിവുകളുള്ള ഒരുവൻ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആരാണ് ഈ വമ്പിച്ച കഴിവുള്ള ഒരുവൻ? ഇവിടെ അള്ളാഹു ആണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. അതല്ലെങ്കിൽ വർക്കത്ത് ബിൻ നൗഫലിനെ പോലെ അന്ന് ക്രിസ്തു മതത്തെക്കുറിച്ചും ജൂതമതത്തെക്കുറിച്ചും ഒക്കെ പഠിച്ച പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് മുഹമ്മദിന് ബന്ധമുണ്ടായിരുന്നു, അവരാരെങ്കിലും ആണെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ അവിടെ മറ്റു പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ഈ കഥകളെല്ലാം മുഹമ്മദിന് പറഞ്ഞു കൊടുത്തിരുന്നു, അവരെ ആരെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ പലതും നമ്മൾ വിചാരിക്കാം. പക്ഷേ തഫ്സീറുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മലക്ക് ജിബ്രീലാണ് എന്ന്. അങ്ങനെ മലക്ക് ജിബ്രീലിനെ കുറിച്ചാണ് പോലും ഇവിടെ പറയുന്നത്. വമ്പിച്ച കഴിവുകളുള്ള ഒരുവൻ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചിരിക്കുന്നു. എന്ത് കഴിവാണ് ഈ മലക്ക് ജിബ്രീലിനുള്ളത്? മലക്ക് ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് കൽപ്പിക്കുന്നോ അതിങ്ങനെ അനുസരിക്കുന്ന ഒരു റോബോട്ട് മാത്രമാണെന്ന് മറ്റു പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തമായി ഒരു കഴിവുമില്ലാത്ത ഒരു റോബോട്ട് പോലെ പ്രവർത്തിക്കുന്ന മലക്കാണ് ജിബ്രീൽ. അപ്പോൾ ജിബ്രീലിൻ്റെ കഴിവിനെ ഇവിടെ വാഴ്ത്തേണ്ട ഒരു കാര്യമില്ല, ഇവിടെ അള്ളാഹിൻ്റെ കഴിവ് വാഴ്ത്തിയാൽ മതി. എന്നിട്ട് അയാൾ കൊണ്ടുവന്ന് തന്നതാണ്, അയാൾ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നാണ് അറബികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്.